നടക്കാത്ത ഒരു കാര്യത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് മാനസികമായും ശാരീരികമായും ശിക്ഷ അനുഭവിക്കേണ്ടി വരികയാണ്. ഇതേക്കുറിച്ച് ഈ ജയിലിലുണ്ടായിരുന്ന കാലങ്ങളിൽ നിങ്ങൾ എന്തായിരുന്നു ആലോചിച്ചിരുന്നു? നമസ്കാരം. നീതിയുടെ നിലാവ് പരക്കട്ടെ. ചില കേസുകളുടെ ചരിത്രഗതികൾ കൗതുകം മാത്രമല്ല അത്ഭുതവും ഉളവാക്കുന്നു. കേരളം ഏറെ ചർച്ച ചെയ്തിരുന്ന ചാരക്കേസിന്റെ ചരിത്രം അത്ഭുതവും അവിശ്വസനീയതയും ഇനിയും അവസാനിക്കാത്ത വിധം തുടരുകയുമാണ്. രാഷ്ട്രീയ ആരോപണങ്ങളും മാധ്യമ വിചാരണയും അടക്കം ഏറെ നടന്ന ചാരക്കേസിൽ പുതിയൊരു വഴിത്തിരിവായി CBIയുടെ കുറ്റപത്രത്തിലെ വിവരങ്ങൾ മാറി. കേസിലെ പ്രധാന ഇരയായ ISRO ശാസ്ത്രജ്ഞൻ നമ്പി നാരായണന്റെ നിരപരാധിത്വം നിയമവഴിയിലൂടെ നേരത്തെ തന്നെ തെളിഞ്ഞിരുന്നുവെങ്കിലും കേസിലെ ചില ഉള്ളുകള്ളികൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. 20 വർഷത്തിലേറെ നീണ്ട നിരന്തര നിയമ പോരാട്ടത്തിലൂടെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നമ്പി നാരായണനും ഏറെ ക്ലേശിക്കേണ്ടി വന്നു. പോലീസ് കസ്റ്റഡിയിൽ നമ്പി നാരായണൻ കഠിന മർദ്ദനത്തിനിരയായെന്ന് ഡോക്ടർമാരുടെ മൊഴിയുണ്ടായിരുന്നു. തന്റെ നിരപരാധിത്വം തെളിയിക്കുക എന്ന ലക്ഷ്യം നേരത്തെ സാധിച്ചതിനാൽ കേസിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. അത് ഇന്നലെ CBI കുറ്റപത്രത്തെക്കുറിച്ചുള്ള വാർത്തയോടുള്ള പ്രതികരണത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. താൻ കുറ്റം ചെയ്തില്ലെന്ന് തെളിയിക്കാനും അത് ചെയ്തവർ ആരെന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിയാനായതും സന്തോഷകരമാണെന്നും കുറ്റക്കാരെ ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും തന്നെ അത് ബാധിക്കില്ലെന്നും അദ്ദേഹം പറയുന്നതും അതുകൊണ്ടാകാം. സത്യം പുറത്തു വരുന്നതിനിടെ നീതി നടപ്പാക്കപ്പെടുന്നുണ്ടെങ്കിലും നിരപരാധികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നതും ദീർഘകാല ദുരിതങ്ങൾ പേറുന്നതും നമ്മുടെ ഭരണ നിയമ പാലന നീതി വ്യവസ്ഥയുടെ സങ്കീർണതയാണ് വ്യക്തമാക്കുന്നത്. CBI സമർപ്പിച്ച കുറ്റപത്രത്തിലെ വിവരങ്ങൾ വിലയിരുത്തുമ്പോൾ ഇത്തരമൊരു കേസ് കെട്ടിച്ചമച്ചതിന് പിന്നിലെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ ദുരൂഹത വീണ്ടും വർദ്ധിക്കുകയാണ്. സമർത്ഥരും നീതിബോധമുള്ളവരെന്ന് കരുതുന്നവരുമായ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതിച്ഛായയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ കേസിലെ ഉള്ളുകള്ളികൾ പലതും ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നത്. പല കേസുകളുടെയും കാര്യത്തിൽ എന്ന പോലെ കാലം കാവ്യനീതി നടപ്പാക്കുമെന്ന് കരുതാം. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കേരള പോലീസിലെയും ഇന്റലിജൻസ് ബ്യൂറോയിലെയും 5 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് CBI കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ മറ്റു പല കേസുകളിലും തങ്ങളുടെ അന്വേഷണ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളവരാണ്. കേരളത്തിലെ മുൻ DGP സിബി മാത്യൂസും മുൻ ഗുജറാത്ത് DGPയും IB ഡെപ്യൂട്ടി ഡയറക്ടറുമായിരുന്ന RB ശ്രീകുമാറും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. CI ആയിരുന്നു S വിജയൻ. അന്വേഷണ സംഘത്തിലെ അംഗമായിരുന്ന CI KK ജോഷുവ എന്നിവരാണ് ചാരക്കേസിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ടവർ. പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥരും ഇതിന്റെ ഭാഗമായി. അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചില തർക്കങ്ങൾ പിന്നീടും വിവാദമായിരുന്നു. അതിപ്പോഴും തുടരുന്നു. ചാരക്കേസിൽ മാധ്യമങ്ങളും വലിയ പഴി കേൾക്കേണ്ടി വന്നു. മലയാള മാധ്യമ ചരിത്രത്തിലെ വലിയൊരു കറുത്ത പാടായി അതിന്നും കരുതപ്പെടുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച തെറ്റായ വിവരങ്ങൾ വേണ്ടത്ര പരിശോധന നടത്താതെ പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രസിദ്ധീകരിച്ചത് മായ്ച്ചാൽ മായുന്നതല്ല. മാലാദ്വീപ് സ്വദേശി മറിയം റഷീദയെ കുടുക്കാൻ CI വിജയൻ മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരം നൽകിയതായി CBIയുടെ കുറ്റപത്രത്തിലും പറയുന്നുണ്ട്. ചില മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും സത്യം തുറന്നു കാട്ടാൻ ധീരമായി ശ്രമിച്ചിട്ടുണ്ട്. അത് ഇന്നലെ നമ്പി നാരായണനും ഏറ്റുപറഞ്ഞു. ഇന്നും ഇത്തരം മാധ്യമ മാർഗഭ്രംശം ധാരാളം നടക്കുന്നുണ്ട്. പോലീസും രാഷ്ട്രീയക്കാരുമൊക്കെ ഇതിന്റെ ഭാഗമാണ്. മാധ്യമ പ്രവർത്തനത്തിന്റെ മാന്യത നഷ്ടപ്പെടുത്തുക മാത്രമല്ല, കൊടിയ സാമൂഹിക ദ്രോഹം കൂടിയാണ് തെറ്റായ മാധ്യമ വാർത്തകളിലൂടെ നടത്തുന്നത്. പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും പിന്തുണയുണ്ടെങ്കിൽ എന്തും ചെയ്യാനാകുമെന്ന സ്ഥിതി ഒഴിവാക്കിയേ തീരും. അതിന് മാധ്യമങ്ങൾ കുട പിടിക്കുകയും അരുത്. ചാരക്കേസിന്റെ പിന്നിലുള്ള ദുരൂഹതകൾ ഇനിയും പൂർണ്ണമായും അഴിഞ്ഞിട്ടില്ലെന്ന ചിന്ത ചിലരുടെയെങ്കിലും മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വ്യക്തിപരമായ പകപോക്കലായി മാത്രം അതിനെ കാണാൻ പലർക്കും കഴിയുന്നില്ല. ഒരുപക്ഷെ അത് വാസ്തവമെങ്കിൽ ഒരു ജൂനിയർ ഓഫീസറുടെ കുരുട്ടുബുദ്ധി ഉന്നത പദവിയിൽ ഇരിക്കുന്നവരുൾപ്പെടെ എത്രയോ പേരുടെ സത്പേരിനും നീതിബോധത്തിനും മേലെ ആയിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചില കേസുകളും പരാതികളും ഒതുക്കി തീർക്കാനും സമർത്ഥമായി വഴിതിരിച്ചുവിടാനും ചിലർക്ക് കഴിയും. പക്ഷെ അവിടെ ക്രൂശിക്കപ്പെടുന്ന നിരപരാധികളുണ്ടാവും, രക്ഷപ്പെടുന്ന കുറ്റവാളികളും ഉണ്ടാവും. കാവ്യനീതിക്കായി എല്ലാവർക്കും കാത്തിരിക്കാനാവില്ലല്ലോ. നമസ്കാരം.